അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പീസ് റേഡിയോ കോൺഫറൻസ് സാഗൂതം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ഇവിടെ ഇന്നലെ മുതൽ നമ്മുടെ മനസ്സിനെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ ലോകത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള വേദഗ്രന്ഥത്തെക്കുറിച്ചുള്ള സംസാരമാണ് വിവിധ സെഷനുകളിലായി വിവിധ സ്റ്റാളുകളിലൂടെ ഈ സമൂഹത്തോട് പറയാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പീസ് റേഡിയോ കൂട്ടായ്മ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളോട് ഇതിൻ്റെ മുന്നോടിയായി ഈ ഒരു നന്മയുടെ സന്ദേശത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്താണ് നമുക്ക് സമൂഹത്തോട് ഉറക്കെ പറയാനുള്ളത്? നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ സമയമത്രയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പതിറ്റാണ്ടായി 24 മണിക്കൂറും ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായിക്കൊണ്ടാണ് പീസ് റേഡിയോ ലക്ഷക്കണക്കിന് ശ്രോതാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം അവനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന് മാത്രമാണ് അറിയുക. ആ സ്രഷ്ടാവ് കാലാകാലങ്ങളിൽ അവൻ്റെ തിരുദൂതന്മാരിലൂടെ വേദവാക്യങ്ങൾ അവതരിപ്പിക്കുകയും ആ വാക്യങ്ങൾ ജനങ്ങളോട് നന്മയുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് മാതൃക കാണിച്ചുകൊണ്ട് ആ പ്രവാചകന്മാരും അനുചരന്മാരും കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ മനുഷ്യർ മറന്നു പോകുന്നു എന്നതാണ് വസ്തുത. നാം ആരൊക്കെയോ ആകാൻ വേണ്ടിയുള്ള കഠിനാധ്വാനത്തിൻ്റെ തിരക്കിലാണ് ഇന്ന് മനുഷ്യർ ഉള്ളത്. പക്ഷേ അധികവും നിരാശയുടെ ലോകത്താണ്. എന്തു നേടി എന്നതിനെക്കുറിച്ച്, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ആരായിത്തീർന്നു എന്നതിനെക്കുറിച്ച് മഹാഭൂരിപക്ഷവും നിരാശയിലാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വളരെ പ്രസിദ്ധനായ ഒരു അതിവിദഗ്ധനായ ഒരു ഡോക്ടർ, അദ്ദേഹം തൻ്റെ ഫാം ഹൗസിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ആയിരക്കണക്കിന് കിഡ്നി പേഷ്യൻറ്റുകൾക്ക് സന്തോഷം മാത്രം പകരാൻ കഴിയുന്ന വളരെ വിദഗ്ധനായ ആ ഡോക്ടർ ആത്മഹത്യ ചെയ്തപ്പോൾ ലോകം അത്ഭുതപ്പെട്ടു പോയി. ഏറെ പ്രശസ്തനും ഏറ്റവും കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധിയുമുള്ള എല്ലാ ജീവിത സൗകര്യങ്ങളുമുള്ള ആ ഡോക്ടർ എന്തിന് മരിച്ചു എന്ന ചോദ്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ കുറിപ്പിലുണ്ടായിരുന്നു, ഇനി കൈവിറക്കാതെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധ്യമല്ല എന്ന്. ഇനി ഞാൻ എന്തിനു ജീവിക്കണം എന്ന ചോദ്യത്തിൽ നിന്നാണ് അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മനുഷ്യർ. അവൻ പല ലക്ഷ്യങ്ങളും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുകയും നേടിയവർക്ക് പിന്നീട് എന്ത് നേടണം എന്നതിനെക്കുറിച്ചുള്ള തൻ്റെ ജീവിതത്തിലെ നിരാശ ബാക്കി വെക്കുകയും നേടാത്തവർക്ക് നേടാൻ കഴിയാത്തതിലുള്ള സങ്കടങ്ങളും പ്രാരാബ്ദങ്ങളും അവനെ
യഥാർത്ഥത്തിൽ ആത്മഹത്യയിലേക്കും ലഹരിയിലേക്കും ഒക്കെ അവനെ എത്തിക്കുന്നുണ്ട്. ഇതൊരു വശമാണ്. മറ്റൊരു വശം അവനെ കാർന്നു തിന്നുന്ന രോഗങ്ങളാണ്. അതവനെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുകയും അവൻ കഠിനമായ നിരാശയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. കടവും വാർദ്ധക്യവുമൊക്കെ കൂട്ട ആത്മഹത്യയിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നു. മറ്റൊരു വശത്ത് ലഹരി മനുഷ്യരെ പിടികൂടുന്നുണ്ട്. ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ അല്പകാലത്തെ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മനുഷ്യർ അറിയാതെ പോകുന്നത് എന്നതാണ്. താൻ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് പരിഹാരം എന്നുള്ളത് യഥാർത്ഥത്തിൽ അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ വളരെ സുന്ദരമായി നമുക്ക് വരച്ചു കാണിച്ചു നൽകുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ് വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും നിങ്ങൾ ശരിയാം വണ്ണം നിങ്ങൾ അനുസരിക്കുക. എന്തിനാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്? നിങ്ങൾ ഫഇൻ തനാസഅതും, നിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ഒരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നാൽ അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നിങ്ങൾ അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലേക്കും അത് നിങ്ങൾക്ക് മാതൃകയായി കാണിച്ചു തന്ന പ്രവാചകൻ്റെ ജീവിതത്തിലേക്കും നിങ്ങൾ തിരിച്ചു മടക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ എല്ലാം ലഹരിയിൽ ആവേശമായി സമൂഹം മാറുമ്പോൾ വിശുദ്ധ ഖുർആനിലേക്കൊന്ന് നാം മനസ്സിനെ മടക്കിയാൽ ഈ ലഹരി ഉണ്ടാക്കുന്ന വിപത്തുക്കൾ എന്താണ് എന്ന് അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത്, ലോകത്തിൻ്റെ സ്രഷ്ടാവ് സംസാരിക്കുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ പറ്റും. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ, തീർച്ചയായും ലഹരിയും ചൂതാട്ടവും അതെന്താണ്? റിജ്സും മിൻ അമലി ശൈത്വാൻ, അത് പിശാചിൻ്റെ മ്ലേച്ഛ വൃത്തിയിൽപ്പെട്ടതാണ്. അത് നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഗുണം? ഫജ്തനിബു, അത് നിങ്ങൾ ഉപേക്ഷിക്കൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളുടെ കൂട്ടത്തിലാകുമെന്നാണ്. അതെ, ഈ സമൂഹത്തോട് നമുക്ക് ഉറക്കെ പറയാൻ ഈ സന്ദേശമാണുള്ളത്. ഈ സന്ദേശത്തിലേക്ക് മനസ്സിനെ ഒന്ന് മടക്കിയാൽ ഈ പൈശാചികതയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാൻ പറ്റും. നോക്കൂ, നിങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ മുദ്രയായി അല്ല, വിശിഷ്യ ഇന്ന് കേരളം പോലും കടമെടുത്തിരിക്കുന്നത് സ്വതന്ത്രവാദവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തോടു കൂടി വ്യഭിചാരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകൾ ഹരമായി കൊണ്ട് നടക്കുന്ന പുതുതലമുറയാണ് കാണുന്നത്. അത് ജീവിതത്തിന് പരാജയമാണ് എന്ന് അവർക്ക് അവസാന ഘട്ടത്തിലാണ് മനസ്സിലാകുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിലേക്കൊന്ന് മനസ്സിനെ ചേർത്ത് പിടിച്ചു നോക്കൂ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ആ വിജയിച്ച സത്യവിശ്വാസികൾ ആരാണ്? വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ വ്യഭിചരിക്കാത്തവരാണ് എന്നാണ്. ഈ ദുനിയാവിൽ അല്പകാലത്തെ, ഈ ഭൂമി ലോകത്തെ അല്പകാലത്തെ ജീവിതത്തെ സുന്ദരമാക്കാൻ, വ്യഭിചാരത്തിൻ്റെ വൈവിധ്യമാർന്ന സുന്ദരമെന്ന് ജനങ്ങൾക്ക് തോന്നുമാറി പിശാചി തോന്നിപ്പിക്കുന്ന ഇവയിൽ നിന്ന് മാറി നിന്ന് നോക്കൂ, അത് നിങ്ങൾക്ക് വിജയമുണ്ടാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാതൊരു സന്ദേശം ഈ പ്രപഞ്ചത്തിൽ ഈ മനുഷ്യരാരും പരസ്പരം പറയുന്നില്ല എന്നതാണ് വസ്തുത. പലിശയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നും അതാണ് വിജയമന്ത്രമെന്നും സമൂഹത്തിന് മുമ്പിൽ മാധ്യമങ്ങളും അതുപോലെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും നമ്മോട് സംസാരിക്കുമ്പോൾ പലിശയിലേക്ക് അടുക്കുവാൻ പാടില്ല. അത് നിൻ്റെ മാതാവിനെ വ്യഭിചരിക്കുന്നതിന് ഒരു ദിനാറ്, ഒരു രൂപയാണ് പലിശയെങ്കിൽ അത് നിൻ്റെ മാതാവിനെ വ്യഭിചരിക്കുന്ന തുല്യമാണ് എന്ന് പ്രവാചക അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ വിജയത്തിലേക്കുള്ള മാർഗമാണ് അള്ളാഹുവിൽ നിന്നുള്ള, ലോക സ്രഷ്ടാവിൽ നിന്നുള്ള വിശുദ്ധ ഖുർആൻ എന്നർത്ഥം. ഇന്ന് നിർഭയമില്ലാത്ത ഒരു സൊസൈറ്റിയാണ് മുസ്ലിമീങ്ങൾ എന്ന് പലരും തല താഴ്ത്തി സങ്കടപ്പെടുമ്പോൾ, ഒരു മുസ്ലിമിൻ്റെ പേര് സ്വീകരിച്ചതിൽ, ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി ഉണ്ടായി എന്നതിൽ അപകർഷതാബോധം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവർ എന്താണ് എനിക്ക് നിർഭയത്വത്തിനുള്ള മാർഗമെന്നും എന്താണ് ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കേണ്ട നിലപാട് എന്നും വിശുദ്ധ ഖുർആനിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ വഅദല്ലാഹുല്ലദീന ആമനു മിൻകും, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മോട് കൃത്യതയോട് കൂടി പറയുന്നു, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല
യഥാർത്ഥ വിശ്വാസത്തെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ അള്ളാഹു നിങ്ങൾക്ക് നിർഭയത്വം നൽകും. നിങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകിയിട്ടുള്ള ഈ പവിത്രമായ മതത്തിൽ നിങ്ങൾക്ക് സ്വാധീനം നൽകും. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഔന്നിത്യം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വമയ്യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ. അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവന് പരിഹാരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് സംസാരിക്കുന്നുണ്ട് ഈ വേദഗ്രന്ഥത്തിലൂടെ. സഹോദരങ്ങളെ, ഈ സമ്മേളനം നിങ്ങളോട് പറയുന്നു, നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, അത് കച്ചവടമാകാം, കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷാ നടപടികളാവാം, നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ഭക്ഷണ മര്യാദകളും ഉറക്കമര്യാദകളും വിസർജന മര്യാദകളും അനന്തരാവകാശ സ്വത്തും അതുപോലെ മാതാപിതാക്കളോടുള്ള കടമകളും അയൽവാസിയോടുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ ശാരീരികമായ ഓപ്പറേഷനുകളും അവയവമാറ്റങ്ങളും തുടങ്ങി അതിസങ്കീർണമായ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അത് നമ്മോട് വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ സുന്ദരമായ കുടുംബജീവിതത്തെക്കുറിച്ച്, ഏതൊരു മാർഗത്തെക്കുറിച്ചും നമ്മളോട് വിശുദ്ധ ഖുർആൻ അതിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യമായി ഹിറാ ഗുഹയിൽ മുഴങ്ങിയ വാക്ക് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. പഠനം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നത് നീ പഠിക്കുക എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. ജീവിതത്തിൻ്റെ നാനാവിധ പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഖുർആനിലേക്ക് ചേർന്നു നിൽക്കാൻ, ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ നമ്മോട് പറയുമ്പോൾ പഠിക്കാനും കേൾക്കാനുമുള്ള മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. പീസ് റേഡിയോ ആ വിശാലമായ ലോകത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ ഈ കേരളത്തിൻ്റെ അല്ല, വിദേശ നാടുകളിൽ പോലും വ്യവസ്ഥാപിതമായ ഖുർആൻ പഠിക്കുവാനുള്ള QHLSകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ പീസ് റേഡിയോ ഒന്ന് തുറന്നു നോക്കൂ. 500 മുതൽ ഹൃദയവസന്തവും അതുപോലെ ഖുർആൻ പാഠവും തിരുനബിയോടൊപ്പവുമുള്ള 100,000 പ്രോഗ്രാമുകൾ വ്യത്യസ്തങ്ങളായ ടൈറ്റിലുകളിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖരായ പണ്ഡിതന്മാർ നമ്മളോട് 24 മണിക്കൂറും 2 ചാനലുകളിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഈ കേൾവിക്കാരായി നാം ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളോട് ആത്മാർത്ഥമായി ഉണർത്തുവാനുള്ളത്, ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമെന്നുള്ളത് ലോക സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ മാർഗദർശനത്തെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്നത് മാത്രമാണ്. ആ അലംഘനീയമായ നിയമങ്ങൾ സ്വീകരിക്കുമ്പോൾ നിർഭയത്വത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ജീവിതത്തിൽ ഇഹത്തിലും പരത്തിലും വിജയിക്കുവാൻ നമുക്ക് സാധിക്കും. ആ സന്ദേശമാണ് പീസ് റേഡിയോ കോൺഫറൻസ് നമ്മോട് സംവദിക്കുന്നത്. അതിനെ പൂർണ്ണമായി കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും, അങ്ങനെ ജീവിതത്തിൽ ഒരാവർത്തിയെങ്കിലും ഖുർആനിനെ ശ്രദ്ധയോടുകൂടി കേട്ടുപഠിച്ച് ജീവിതത്തിൻ്റെ സുന്ദരമായ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.